ഹായ് പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ +1 എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ ഇനിയിപ്പോൾ ഒരു മാസമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നമ്മൾ ഈ പഠിത്തത്തെ കാണണം. അപ്പോൾ ഒരുപാട് കുട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു ടീച്ചർ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരു ടൈം ടേബിളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാണ്, ഇപ്പൊ ഞാനൊരു ടൈം ടേബിൾ ഇവിടെ പറയുന്നുണ്ട്. അത് ഫോളോ ചെയ്യാൻ പറ്റുന്നവർക്ക് അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാം. ഇനി നിങ്ങളുടെ മറ്റുള്ള ട്യൂഷൻ ക്ലാസ്സുകളോ മറ്റുള്ള ക്ലാസ്സുകൾക്ക് അനുസരിച്ച് അപ്പൊ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾക്കൊന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്ത് തന്നെ ആണെങ്കിലും നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഈ ഒരു മാസം കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ വെച്ച് പോകുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. നമുക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഓരോ ദിവസവും നമ്മൾ എത്രത്തോളം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എത്ര പോർഷൻസ് കവർ ചെയ്യണം, അതിനെ പറ്റിയൊക്കെ ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല സ്കോർ വാങ്ങാൻ പറ്റുള്ളൂ. ഈ വർഷം നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം എന്നുള്ളൊരു ചാൻസ് ഇല്ല എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മറ്റുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഇപ്പൊ നമുക്ക് എത്രയും വേഗം ടൈം ടേബിൾ ഒന്ന് നോക്കാം അല്ലെ. അപ്പൊ ഇവിടുത്തെ ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ ദിവസവും ഇപ്പൊ നമുക്ക് 6 സബ്ജക്റ്റുകളാണുള്ളത് അല്ലെ. 2 ലാംഗ്വേജസ്, ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും പിന്നെ 4 സബ്ജക്റ്റുകളും ഉൾപ്പെടെ 6 സബ്ജക്ട്സ് നമുക്ക് പഠിക്കണം. 6 പേപ്പേഴ്സ് ആണ് നമുക്ക് എക്സാമിനുള്ളത് അല്ലെ. അപ്പൊ ആ 6 പേപ്പറുകളും 6 സബ്ജക്റ്റുകളും എന്നും പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ ആണ് പറഞ്ഞിട്ടുള്ളത്. അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. പക്ഷെ ആ ഒരു ടൈം അത്രയും നമ്മൾ പഠിത്തത്തിന് സ്പെൻഡ് ചെയ്തിരിക്കണം. അതുപോലെ ഇവിടെ 5:30ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 10:30ക്ക് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു ടൈം ടേബിൾ. ഇപ്പോൾ ചില കുട്ടികൾക്ക് അതിലും നേരത്തെ എണീക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. 10:30 വരെ ഒന്നും ഇരിക്കാൻ വയ്യ എന്നുള്ളവരുണ്ട്. അവർക്ക് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 10 മണിക്ക് അവസാനിപ്പിക്കാം. അതല്ല ലേറ്റ് ആയിട്ടാണ് കൂടുതൽ ഇരിക്കാൻ താല്പര്യമെങ്കിൽ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് 11 മണിക്ക് അവസാനിപ്പിക്കുന്ന രീതിയിലും ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. എന്നാലും ഒരുപാട് ലേറ്റ് നൈറ്റ് ആയിട്ട് ഇരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, കൂടുതൽ നല്ലത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് 5:30ക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. 5:30ക്ക് എണീക്കുന്നു. അലാറൊക്കെ വെച്ചിട്ട് ഓഫ് ചെയ്ത് കിടക്കാൻ പാടില്ല കേട്ടോ. എന്ത് ചെയ്യണം, 5:30ക്ക് തന്നെ നമ്മളത് എണീക്കണം. അപ്പൊ അലാറം എന്ത് ചെയ്യരുത്, നമ്മൾ എണീക്കുക, നമ്മളത് എണീറ്റ് ഓഫ് ആക്കാൻ എന്ന രീതിയിൽ കൊണ്ട് വെക്കുക. അപ്പൊ നമുക്ക് ഫോണിലാണല്ലോ ഇപ്പൊ എല്ലാവരും വെക്കുക. അപ്പൊ ഫോണിൽ കിടക്കുന്നിടത്ത് തന്നെ കൈ നീട്ടിയിട്ട് ഓഫ് ആക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അത് ചെയ്തിട്ട് അവിടെ കിടക്കുകയുള്ളൂ. മറിച്ച് എണീറ്റ് പോയി തന്നെ ഓഫ് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മൾ എണീറ്റ് ഓഫാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുറച്ചൊരു പഠിക്കണം എന്നുള്ള ചിന്തയും കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഉറങ്ങാൻ നിൽക്കില്ല. ഓക്കെ, അപ്പൊ 5:30ക്ക് എണീറ്റു, നമ്മൾ ഫ്രഷ് ആവുന്നു, ഓടിച്ചെന്ന് ഫോണൊന്നും എടുത്ത് നോക്കുകയല്ല വേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫ്രഷ് ആയി കഴിഞ്ഞു, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു, എന്തെങ്കിലും ചെറിയ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എനിക്കും വിശപ്പൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കോസ് ലെവലൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എന്താണെങ്കിലും 6 മണിയാകുമ്പോൾ നമ്മുടെ സ്റ്റഡി ടേബിളിലേക്ക് എത്തിയിരിക്കണം. അങ്ങനെ 6 മണിക്ക് സ്റ്റഡി ടേബിളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാണ് 6 മുതൽ 8 മണി വരെ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു 2 മണിക്കൂർ സെഷനൊക്കെ വരാൻ കാരണം നമുക്ക് എക്സാം ആണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ്, അല്ലാണ്ട് യൂഷ്വൽ ആയിട്ട് നമ്മള് പഠിച്ചു പോകാനുള്ള ടൈം ടേബിൾ അല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. 6 to 8 മണി വരെയാണ് ഫസ്റ്റ് സെഷൻ. അതില് സബ്ജക്ട് 1, ആ സബ്ജക്ട് 1 എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. എന്താണോ നിങ്ങൾക്ക് ആ സമയത്ത് പഠിക്കാൻ താല്പര്യം തോന്നുന്നത്, ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് പഠിക്കുക. സയൻസ് ആണെങ്കിൽ കെമിസ്ട്രിയോ ഫിസിക്സോ ഏതോ മാത്സോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമോ നിങ്ങൾ പഠിച്ചോളൂ. അതൊന്നും ഞാൻ ഇന്നത് പഠിക്കണം എന്ന് പറയുന്നില്ല. ഓക്കെ, അപ്പൊ ആ 8 മണി വരെ നമ്മുടെ സബ്ജക്ട് 1 എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ സമയത്ത് ഇനിയിപ്പോ അത് കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂർ ഇരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എങ്കിൽ അതിന്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് ഒക്കെ നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. ഒന്ന് വെള്ളം കുടിക്കണമെന്നോ ബാത്റൂമിൽ പോകണമെങ്കിലോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെങ്കിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. 5 മിനിറ്റ് ഒന്നും ഇടയിൽ ബ്രേക്ക് എടുത്തോണ്ട് കുഴപ്പമില്ല. പക്ഷെ ആ ബ്രേക്ക് എടുത്ത വഴി അങ്ങ് പോകരുത് കേട്ടോ. അപ്പൊ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഈ 2 മണിക്കൂർ നിങ്ങൾക്ക് ഇനി ഒരു സബ്ജക്ട് തന്നെ 2 മണിക്കൂർ പഠിക്കാൻ വയ്യ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ചെറിയ അറേഞ്ച്മെന്റ്സ് വരുത്താം. പക്ഷെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പഠിത്തം ആയതുകൊണ്ട് ഒരു 2 hours ഒരു സബ്ജക്റ്റിന് അവിടെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ദെൻ 8 to 8:30 എന്നുള്ള സമയത്ത് നിങ്ങൾക്ക് ബ്രേക്ക് ആണ്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമാണ് 8:30 എന്ന് പറയുന്നത് അല്ലെ. 8 to 8:30, 8 to 8:30ക്കുള്ളിൽ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം.
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഒന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് മ്യൂസിക് ഒക്കെ കേട്ട് പിന്നെ ഈ ഫോണ് എടുത്ത് നോക്കാതെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള ആളുകൾ മാത്രം അത് ചെയ്താൽ മതി. അല്ലാത്തവർ അവർ വഴിക്ക് പോവാണ്ടിരിക്കാൻ നല്ലത്. പിന്നെ ഈ പഠിക്കാൻ ഫോൺ നോക്കിയിട്ടാണ് ഫുൾ ടൈം ഉള്ള പഠിത്തം ഒരിക്കലും നല്ലതല്ല കേട്ടോ. നിങ്ങൾ ആ നോട്ട്സുകളാണെങ്കിൽ അത് പ്രിന്റ് എടുക്കുക, അല്ലെങ്കിൽ എഴുതി എടുക്കുക, ടെക്സ്റ്റ് ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാണ്ട് ഫുൾ ടൈം ഉള്ള പഠിത്തം ദയവ് ചെയ്ത് ഫോണിലാക്കരുത്. അപ്പോൾ നമ്മൾ 8:30 വരെ നമ്മുടെ ബ്രേക്ക് ടൈം ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 8:30 മുതൽ 10:30 വരെയുള്ള 2 മണിക്കൂർ സെഷൻ തന്നെയാണ്. അപ്പൊ ആ 2 മണിക്കൂർ സെഷനിൽ നിങ്ങൾക്ക് സബ്ജക്ട് 2, അതായത് പേപ്പർ 2 ഏതെങ്കിലും അടുത്തൊരു വിഷയം പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ ഒരു 2 hours ആണ്. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് സെഷനിൽ ഫിസിക്സോ മാത്സോ ഒക്കെയാണ് പഠിച്ചതെങ്കിൽ സെക്കൻഡ് സെഷനിൽ നിങ്ങൾക്ക് ഇപ്പൊ സയൻസുകാരാണെങ്കിൽ ബയോളജി ആക്കാം. അതുപോലെ ഇപ്പോൾ കൊമേഴ്സുകാരോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസുകാരോ ആണെങ്കിൽ ആദ്യം നിങ്ങൾ പഠിച്ചത് എക്കണോമിക്സ് ആണെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണോ കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റുന്നത് ആ പേപ്പർ എടുക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാറ്റി എടുക്കാം കേട്ടോ. അപ്പൊ രണ്ടാമത്തെ സെഷൻ 8:30 to 10:30 വരെ എന്നുള്ളതാണ്. അതിലും ഞാൻ പറയുകയാണ് 1 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് എണീക്കണം, നടക്കണം, വെള്ളം കുടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഇങ്ങനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം എന്നൊക്കെ ഉള്ളവർ എന്ത് ചെയ്യും, ഒരു ബോട്ടിൽ വെള്ളം അടുത്ത് കൊണ്ട് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇടയ്ക്കൊന്ന് സ്ട്രെച്ച് ചെയ്യുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പൊ അത്തരത്തില് എന്തായാലും അതിലൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കില്ല എന്നുള്ള ആളുകളാണെങ്കിൽ എണീക്കാൻ നിൽക്കണ്ട. അല്ല ഞാൻ വന്ന് ഇരുന്നോളും എന്നുള്ള ഉറപ്പുള്ളവരാ, സെൽഫ് ഡിസിപ്ലിൻഡ് ആയ ആളുകളാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ അങ്ങനെ 10:30 വരെ നമ്മുടെ രണ്ടാമത്തെ പേപ്പർ കഴിഞ്ഞു. 10:30 to 11 വീണ്ടും നിങ്ങൾക്ക് ഒരു ബ്രേക്ക് തരികയാണ്. ആ ഒരു സമയത്ത് ജ്യൂസ് കുടിക്കുകയോ ഒന്ന് ഫ്രഷ് ആവുകയോ ഒക്കെ എന്ത് ചെയ്യാം. അരമണിക്കൂർ നിങ്ങൾക്ക് അവിടെ ബ്രേക്ക് ഉണ്ട്. ആ ബ്രേക്കിൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് വേണ്ട എനർജി നമ്മൾ റെഡിയാക്കണം അല്ലെ. അതാണ് അടുത്ത സെഷന്റെ മുമ്പ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോ 11 മണിക്ക് നമ്മുടെ നെക്സ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 11 മുതൽ 1 മണി വരെയാണ് അടുത്ത സെഷൻ. ഓക്കെ, അപ്പോ ആ സമയത്ത് നമ്മുടെ മൂന്നാമത്തെ പേപ്പർ എന്താണോ അത് പഠിക്കാൻ നിങ്ങൾക്ക് ആ ഒരു സമയം വീണ്ടും അതിനു വേണ്ടി യൂസ് ചെയ്യാം. ഇനി 1 മണിക്ക് വരെ നമ്മളവിടെ പറഞ്ഞു നിർത്തുകയാണ്. അപ്പൊ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സെഷൻ 1.5 മണിക്കൂർ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആ 1.5 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തൊട്ട് മുന്നത്തെ സെഷനെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി അത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ആദ്യത്തെ സെഷനിൽ പഠിച്ചത് എന്തായിരുന്നു, എനിക്കത് ഓർമ്മയുണ്ടോ എന്ന് നോക്കാം. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, അത് ഓർമ്മ കിട്ടാത്ത ഭാഗങ്ങൾ അപ്പൊ തന്നെ ഒന്നുകൂടെ നോക്കാം. അതിനൊക്കെ രീതിയിൽ നിങ്ങൾക്ക് അരമണിക്കൂർ വേണമെങ്കിൽ നീക്കി വയ്ക്കാം. ഇനി അതെല്ലാം ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞിട്ട് അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട, ശരിക്കും ഇപ്പൊ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിന്ന് നമുക്ക് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്വയം ഫ്രെയിം ചെയ്തൂടെ ക്വസ്റ്റ്യൻസ്, എന്നിട്ട് അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനത്തെ മെത്തേഡുകളൊക്കെ അത് ഓരോ വ്യക്തികൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പൊ 1 മണി ആയിക്കഴിഞ്ഞ് നമ്മുടെ എന്താണ് നമ്മുടെ ലഞ്ച് ബ്രേക്ക് ആയിരിക്കുകയാണ്. 1 o'clock 2 മണി വരെ ബ്രേക്കാണ്. സമാധാനമായി സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു കാര്യം പറയാം, അത് എല്ലാവർക്കും പറ്റുമെന്ന് എനിക്കറിയില്ല. പവർ നാപ്പ് എന്ന് പറയും. വേറെ ഒന്നുമല്ല, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉറക്കമൊക്കെ വരും അല്ലെ. ഉച്ച സമയം കൂടിയാണ്. ചെറുതായിട്ടൊന്ന് 10-15 മിനിറ്റ് മാക്സിമം. ആ സമയത്ത് എന്ത് ചെയ്യാം, ഒന്ന് മയങ്ങി എണീക്കും എന്നുള്ളവർക്ക് വിളിക്കാൻ ഒരാളെ ഏർപ്പാടാക്കി അയാൾ വിളിച്ചാൽ എണീക്കും എന്നുള്ള ആളുകൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ല ഞാൻ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങുന്നുള്ള ആളുകളാണെങ്കിൽ ആ പണിക്ക് പോവാതിരിക്കുകയാണ് നല്ലത്. അത് വിശാലമായ ബെഡിൽ പോയി കിടക്കൊന്നും വേണ്ട. നിങ്ങൾ സ്റ്റഡി ടേബിളിൽ തന്നെ തല വെച്ചൊന്ന് ഇത്തിരി നേരം കിടന്ന് അതെന്താണെന്ന് അറിയോ, അങ്ങനെ ഒന്ന് നമ്മൾ ആ ഒരു 20 മിനിറ്റ് നമ്മൾ നല്ലോണം ഫ്രഷ് ആയി കിട്ടുന്നുള്ളതാണ് അതിന്റെ ഒരു വ്യത്യാസം കേട്ടോ. ആ ഉറക്കക്ഷീണമൊക്കെ പോയി നമുക്ക് നല്ല ഫ്രഷ്നെസ് കിട്ടും. അതിനാണ് പവർ നാപ്പ് പറയുന്നത്. അപ്പൊ അതും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ 1 to 2 എന്നുള്ള സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊക്കെ കഴിഞ്ഞു വന്നു. നമ്മള് ഫ്രഷ് ആയിരിക്കാണ്. ഭയങ്കര ഹെവി ലോഡ് സ്പൈസി ഓയിലി ഫുഡൊക്കെ കഴിച്ച് വയറ് നിറയെ കഴിച്ച് ഇനി 1 ഇഞ്ച് സ്ഥലമില്ല അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ എന്താ അറിയോ, വല്ലാതെ ഉറക്കം വരും. നമ്മുടെ ബ്രെയിനിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് സപ്ലൈ കിട്ടില്ല. മറിച്ച് നമ്മുടെ ഹെവി ആയിട്ടുള്ള ഈ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റൊമക്കിലേക്കായിരിക്കും എന്ത് പോവാ, സർക്കുലേഷൻ ഒക്കെ പോവാ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, വല്ലാതെ ലോഡായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക നല്ലത്. അത് എപ്പോഴും ഉറക്കത്തെ കൂട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ 2 മണിയായി. 2 മണിയായി കഴിഞ്ഞാൽ വീണ്ടും വന്നോളൂ. നമ്മുടെ സ്റ്റഡി ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. 2 മുതൽ 4 മണി വരെയാണ് അടുത്ത സെഷൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ 2 to 4 hours എന്നുള്ളിടത്ത് നമ്മുടെ 4th സബ്ജക്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്.
അപ്പോ അതും അതേ സബ്ജക്ട് ചൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചൂസ് ചെയ്യണം. കുറച്ച് നമുക്കറിയാം നമ്മൾ പവർ നാപ്പ് ഒക്കെ എടുത്തിട്ടാണ് വന്നതെങ്കിൽ വല്ലാണ്ട് ഉറക്കം വരില്ല. അതല്ലെങ്കിൽ കുറച്ച് ഉറക്കമൊക്കെ നമ്മളിങ്ങനെ ഉറക്കമൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് വല്ലാണ്ട് തിയറിയും ഭയങ്കരമായിട്ട് കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ സമയത്ത് വായിച്ച എന്തായിരിക്കും, നമുക്ക് ഉറക്കമല്ലാതെ വരും, കൂടുതൽ വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിന് പകരം നിങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം ഒന്ന് പഠിച്ചു നോക്കുക കേട്ടോ. ഇപ്പൊ സയൻസ് എടുത്തൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ബയോളജി കുറെ ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നതല്ലേ. അപ്പൊ ബയോളജി ഒക്കെ വരയ്ക്കുക, പഠിക്കുമ്പോൾ അതിനോട് ചേർന്നുള്ള ചെറിയ ടേബിൾസ് ഒക്കെ വരച്ചു വെക്കുക, ഡയഗ്രാംസ് ഒക്കെ ഒന്ന് വരയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. മുൻപ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വെച്ചിട്ടൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ എന്താണ്, നമ്മുടെ ഉറക്കം പോകുന്നതിനെ സഹായിക്കും കേട്ടോ. അപ്പൊ 2 to 4 എന്നുള്ളൊരു സമയത്തെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് 4 to 4:30 അല്ലെ, 4 to 4:30 പോയിട്ട് ചായയൊക്കെ കുടിക്കാം അല്ലെ, ടീ ബ്രേക്ക് ആയിക്കോട്ടെ. 4 to 4:30 ഒരു ടീ ബ്രേക്ക് തരികയാണ്. അതും നമുക്ക് ടീ ബ്രേക്ക് ചായ കുടിക്കുക എന്നതിനോടൊപ്പം തന്നെ ഒന്ന് ഫ്രീ ആവുക, ഒന്ന് റിലാക്സ് ചെയ്യുക, റെസ്റ്റ് എടുക്കുക, ഒന്ന് ഫ്രഷ് ആവുക, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ദെൻ ഒരു ചെറിയൊരു സെഷൻ കൂടെ ഞാൻ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ദറ്റ് ഈസ് 4:30 to 5:30 എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോ നിങ്ങൾക്ക് അത് 1.5 hour ആക്കണമെങ്കിൽ 4:30 to 6 വരെ എടുത്താലും കുഴപ്പമില്ല. ഒരു 1 to 1.5 hour ഉള്ള ഒരു സെഷൻ ഞാൻ അവിടെ തരുന്നുണ്ട്. അപ്പോ ആ ഒരു സെഷൻ നിങ്ങൾക്ക് ഒന്നുകിൽ സബ്ജക്റ്റിന് വേണ്ടി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ മുൻപ് പറഞ്ഞ രീതിയിൽ റിവിഷൻ ഇമ്പോർട്ടന്റ് ആണ്, റീലേണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റിവൈസ് ചെയ്യാനോ റീലേണിംഗ് ചെയ്യാനോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യാനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു സബ്ജക്ട് നിങ്ങൾക്ക് ഇപ്പൊ സെക്കൻഡ് ലാംഗ്വേജോ എന്തെങ്കിലും സബ്ജക്റ്റുകൾ നമുക്ക് അവിടേക്ക് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ സമയത്ത് ഒരു സബ്ജക്ട് ആക്കിയിട്ട് ഉച്ച സമയത്തേക്ക് നിങ്ങൾക്ക് സെക്കൻഡ് ലാംഗ്വേജ് കാര്യങ്ങൾ വെക്കാം. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഒരു താല്പര്യമാണ് കേട്ടോ. ഞാൻ ടൈം സ്ലോട്ടുകൾ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് അവിടെ എന്ത് പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പൊ ഒരു 1 hour സെഷനാണ് ഞാൻ അവിടെ തന്നിട്ടുള്ളത്. അതിനുശേഷം 5:30 to 7 എന്നാണ് ഞാൻ ബ്രേക്ക് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ 6 to 7 മതിയെങ്കിൽ 6 to 7 എന്നുള്ള രീതിയിലാക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ എപ്പോഴും പഠിത്തം എന്നുള്ളത് മാത്രമല്ല, ഒരു ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ അതിൽ പഠിത്തം മാത്രമല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളതിൽ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ. അപ്പം നിങ്ങൾക്ക് കുറച്ചു നേരം ഫുൾ ടൈം പഠിക്കലാണ്, പിന്നെ നമുക്ക് എക്സസൈസ് കിട്ടുന്നില്ല, ആളുകളെ കാണുന്നില്ല, സംസാരിക്കുന്നില്ല അല്ലെ. അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ചെറിയ രീതിയിൽ എന്തെങ്കിലും കളികൾ, ഫോണിലുള്ള ഗെയിം കളിയല്ല പറഞ്ഞത്, എന്ത് ചെയ്യുക, പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഒന്ന് ഷട്ടിൽ കളിക്കുക, എന്തെങ്കിലുമൊക്കെ കളികൾ. ഇപ്പൊ പെൺകുട്ടികൾക്ക് സ്കിപ്പിങ് താല്പര്യം ഉണ്ടെങ്കിൽ അതോ എനിവേ നമ്മുടെ ബോഡിയെ ഒന്ന് എന്ത് ചെയ്യാം, വാം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസുകൾ ചെയ്യാം. ദെൻ നമുക്കൊന്ന് മേലൊക്കെ കഴുകി ഫ്രഷായി അതിനുശേഷം നമ്മുടെ പ്രയർ ടൈം ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മളെ ഫുൾ എനർജിയോട് കൂടിയിട്ട് വേണം നെക്സ്റ്റ് സെഷനിലേക്ക് എത്താൻ. ഓക്കെ, അപ്പോ നമ്മൾ 7 മണിയോട് കൂടിയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ സ്റ്റഡി ടേബിളിലേക്ക് എത്തിയിരിക്കുകയാണ്. 7 to 8:30 ആണ് അടുത്ത സെഷൻ. അതും ഒരു 1.5 hour സെഷനാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു 1.5 സെഷനും നിങ്ങൾക്ക് അടുത്ത സബ്ജക്ട് 5th സബ്ജക്റ്റിന് വേണ്ടി യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ എന്താണോ, റിവിഷനോ ആണോ, ക്വസ്റ്റ്യൻ പേപ്പർ ആണോ, എന്താണ് നിങ്ങൾക്ക് അടുത്തൊരു സബ്ജക്ട് നമുക്ക് അവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ 8:30ക്ക് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത്. കാരണം വല്ലാതെ ലേറ്റ് ആയിട്ട് നമ്മൾ അത്താഴം ഡിന്നർ കഴിക്കുന്ന അത്ര നല്ലതല്ല, അത് നമ്മുടെ ഹെൽത്തിന് ദോഷമാണ്. അപ്പൊ അതുകൊണ്ടാണ് 8:30ക്ക് ഭക്ഷണം കഴിച്ചോളൂ, രാത്രി ഭക്ഷണം. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ടു ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ രാത്രി പ്രത്യേകിച്ചും കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോ ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, 9 മണിയാകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അതൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ 9 മണിക്ക് നമ്മുടെ സ്റ്റഡി ടേബിളിലേക്ക് വരാം. 9 to 10:30 എന്നുള്ളൊരു സെഷൻ കൂടി അവിടെ ഉണ്ട്. അപ്പൊ ആ ഒരു സെഷനിലും നമ്മുടെ അടുത്തൊരു സബ്ജക്റ്റിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ 10:30 കൂടിയിട്ട് നമ്മുടെ അന്നത്തെ പഠനം അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോ ഒരു കാര്യം കൂടി പറയുന്നതാണ്, 10:30 എന്ന് പറഞ്ഞ് നമ്മൾ പഠനമൊക്കെ അവസാനിപ്പിച്ചു, എന്നിട്ട് 1-1.5 മണിക്കൂർ ഇത്ര നേരം ഞാൻ മൊബൈൽ നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ TV കണ്ടിട്ടില്ല. പല കുട്ടികളും പറയുന്ന ഒരു കാര്യമാണ്, 11 മണി വരെ പഠിച്ചു, എപ്പോഴാ കിടക്കുന്നത്, 1 മണിക്ക്. ഈ സമയത്ത് എന്താ ചെയ്യണത്, ഫോൺ നോക്കുന്നു, വീഡിയോസ് കാണുന്നു, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നു, TV കാണുന്നു, വെറുതെ ഇരിക്കുന്നു, കിടക്കുന്നത് എപ്പോഴാ, 1 മണി, 12:30, 1 മണിക്കാണ് കിടക്കുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ രാവിലെ 5:30 എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനിയിപ്പോ നിങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമ്മുടെ ബ്രെയിൻ അവിടെ ഫ്രഷ് ആവുന്നില്ല, നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടില്ല.
അപ്പൊ അതുകൊണ്ട് 10:30 പഠിത്തം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ 11 മണിക്കെങ്കിലും, ഏറ്റവും മാക്സിമം ഞാൻ പറഞ്ഞത്, അതിനപ്പുറത്തേക്ക് ഇരിക്കാൻ പാടില്ല, 11 മണിക്കെങ്കിലും നമ്മൾ കിടന്നിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഫുൾ എനർജിയോട് കൂടിയിട്ട് എണീക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ടൈം ടേബിളിന് ഗുണം ഉണ്ടാവുള്ളൂ. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഹാർഡ് വർക്കുകളല്ല, നമുക്ക് സ്മാർട്ട് വർക്കുകളാണ് ചെയ്യേണ്ടത് പറയുന്നില്ലേ. അപ്പൊ അതെല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സമയമുണ്ട്. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സമയമുണ്ട്, ഉറങ്ങാൻ സമയമുണ്ട്, കളിക്കാൻ സമയമുണ്ട്, ബാക്കി എന്താണ് എന്റർടൈൻമെന്റ്, അതിനെല്ലാ സമയം തന്നുകൊണ്ടുള്ള ടൈം ടേബിളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അല്ലെ. അല്ലാണ്ട് ഫുൾ ടൈം 24 hours ഇരുന്ന് പഠിക്കാനൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം, നമുക്ക് ഒരു നമുക്കിനി വേണ്ടത് അതാണ്, സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടൈം ടേബിളും കൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നോ ഡൗട്ട് ഈ ഒരു 1 month കൊണ്ട് നിങ്ങൾക്ക് നല്ല സ്കോർ വാങ്ങാൻ പറ്റും. അപ്പൊ ഇതാണ് ഈ ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ തരുന്നത്. എല്ലാ സബ്ജക്റ്റും എല്ലാ ദിവസവും പ്ലസ് റിവിഷനും സമയമുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു 12 മണിക്കൂറോളമാണ് നിങ്ങളുടെ സ്റ്റഡി ടൈം വരിക. അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് നല്ല സ്കോർ എത്താൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.